കൂടി നമ്മുടെ കൂട്ടത്തിൽ മനസ്സിലാക്കുക. മൂന്നാമത് എന്തായിരുന്നു? പാരമ്പര്യം. സുന്നി പണ്ഡിതന്മാർക്ക് പാരമ്പര്യമുണ്ട്, മുജാഹിദ് പണ്ഡിതന്മാർക്ക് പാരമ്പര്യം ഉണ്ടോന്നാ. ഒലിക്കുണ്ടെങ്കിൽ ഒലക്കാളേറെ നമുക്ക് ഉണ്ടാവാൻ വകുപ്പുണ്ട്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കുറെ ഉസ്താദന്മാരെ പേരെഴുതിച്ചുകൊണ്ട് പാരമ്പര്യം ആവുതല്ലോ. അപ്പൊ ഇവർ ചെയ്യുന്ന പാരമ്പര്യം അതാണ്. നിങ്ങൾ ഏത് ഉസ്താദും ചോദിച്ചിരിക്കുന്ന നബി വരെ എത്ര പാരമ്പര്യങ്ങൾ പറയുന്നു ചോദിച്ചു നോക്കി, അയാൾ പാരമ്പര്യം പറയും. ആ പാരമ്പര്യം കാണാൻ പറ്റും എവിടെ? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയുടെ ഫിഖ്ഹു സുന്ന എന്നൊരു ബുക്കുണ്ട്, അഖീദത്തു സുന്ന എന്ന് വേറെ ബുക്കുണ്ട്. ആ രണ്ട് ബുക്കിനെയും അവസാനത്തെ അയാൾ ഒരു 8-10 പരമ്പര കൊടുത്തിട്ടുണ്ട്. ആ പരമ്പരയാണ് എല്ലാ മൂലമാരും കൊണ്ടെടുക്കുന്നത്, വേറൊന്നുമില്ല. അതിന് പിന്നെ ഓന്റെ പേര് എഴുതിയേക്കും, അപ്പൊ ഒരു പാരമ്പര്യമായിരുന്നു. പിന്നെ അടുത്ത ആളെ അടുത്ത ശ്രേണിയിൽ അയാളെ പേരും, അപ്പൊ അയാൾക്കും പാരമ്പര്യമാണ്. അതിന്റെ അപ്പുറത്ത് എന്റെ പേര് എനിക്കും പാരമ്പര്യമാണ്. ഇപ്പൊ എന്റെ വാപ്പ വയസ്സാണ്, ഇപ്പൊ എന്റെ വാപ്പാക്ക് പാരമ്പര്യമാണ്, അപ്പൊ എനിക്കുണ്ടാവില്ല. എനിക്ക് പാരമ്പര്യം, എന്റെ വാപ്പ വയസ്സാണ്. പട്ടിക്കാട് ജാമ്യയിൽ 1ാമത്തെ ബാച്ചിൽ ഫൈസായിട്ട് വന്നതാണ് എന്റെ വാപ്പ. അപ്പൊ ആ വാപ്പാക്ക് പാരമ്പര്യം ഉണ്ടെങ്കിൽ എനിക്കെങ്ങനെ ഇല്ലാതായി പോവുക? അത് ഉറപ്പല്ലേ? ഫത്തുൽ മുഈൻ എന്നെ പഠിപ്പിച്ച അബൂബക്കർ ഫൈസിയാണ്, മൂപ്പർക്ക് പാരമ്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാവില്ല. അപ്പൊ പാരമ്പര്യം കുറെ പേരെഴുതിച്ചുകൊണ്ട് കാര്യമില്ല. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിം പോലെ മുസ്ലിയാക്കന്മാരെ സഹായിക്കാൻ ഉണ്ടാക്കിയ ഒരു തട്ടിപ്പാണത്. കുറെ ഉസ്താദുമാരെ പരമ്പര എഴുതിയിട്ട് അത് എഴുതിയ, ഇപ്പോ സ്വഹീഹ് ബുഖാരി ആണെങ്കിൽ ഇമാം ബുഖാരി വരെ എത്തുന്ന പരമ്പര അതിങ്ങനെ എഴുതിയേക്കും. അപ്പൊ ഇയാൾ ഉസ്താദ് ഇന്നാള്, അയാൾ ഉസ്താദ് ഇന്നാള്, അയാൾ ഉസ്താദ് ഇന്നാള്, അയാൾ ഉസ്താദ് ഇന്നാള്, അങ്ങനെ പോയി ഇമാം ബുഖാരി വരെ എത്തും. അപ്പൊ ഇമാം ബുഖാരിയിൽ നിന്ന് ഇതുവരെയുള്ള പരമ്പര ഞങ്ങൾക്ക് ഉണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു പേരിന് ഉണ്ട് സങ്കല്പിക്കുന്നത്. എന്താ കാര്യമുള്ളത്? ആ ബുഖാരി ഉള്ളത് പ്രാവർത്തിയാക്കണ്ടേ? നിങ്ങളുടെ കാര്യമുണ്ടോ? ആ കിതാബ് ചൊല്ലിപ്പോയി അതിനുള്ള പാരമ്പര്യം പ്രാവർത്തിയാക്കുന്നില്ല, പിന്നെ പാരമ്പര്യം കൊണ്ട് കാര്യമുണ്ട്? ഇനി മുജാഹിദ് പണ്ഡിതന്മാർക്ക് ഇല്ലാന്നാണോ ഇരിക്കുന്ന മാലിക് സലഫിക്ക് ഇമാം ബുഖാരി എത്ര പാരമ്പര്യം? ഞങ്ങൾ പ്രസംഗിക്കാൻ പോകില്ലാന്നുള്ളൂ. അത് എവിടെയും ഫോട്ടോസെടുത്ത് കാണിച്ചു കൊടുക്കലില്ല. അദ്ദേഹം പിന്നെ ബനാറസ് ജാമിയ സലഫിന്ന് പഠിച്ചിറങ്ങിയ മനുഷ്യനാണ്. സ്വഹീഹ് ബുഖാരി ശരിയായ ഉസ്താദിന് പഠിച്ച മനുഷ്യനാണ് ഈ മാലിക് സലഫി. ആ ഉസ്താദിന് ഉപര ഉസ്താദുണ്ട്, അതിന്റെ പരമ്പര ഉണ്ട്. ഇമാം ബുഖാരി എത്തുന്ന പരമ്പര എഴുതി തയ്യാറാക്കി ഉപ്പെടുത്തുന്നുണ്ട്. നമ്മളെ വിറ്റ് പൈസാക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് അത് ഇവിടെ എടുത്ത് കാണിക്കില്ല മാത്രം. മറ്റോനത് വിറ്റ് പൈസാക്കൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഓനത് പറഞ്ഞെടുക്കുന്നു. അപ്പൊ പാരമ്പര്യം എന്നുള്ളത് ഇവിടെ ഉസ്താദുമാരെ പേരെഴുതി വെക്കുന്നതിലോ ഇങ്ങനെ വാപ്പാര പാരമ്പര്യം പറഞ്ഞതിലോ ഒന്നുമല്ല. പണ്ട് ഉമർ ഖാദി പറഞ്ഞല്ലോ, അയാ ഫാഖിറൻ ബിന്നസബി കൈഫ തഫാഖുറു വഅസ്ലുകുമു മിൻ ഖബ്രി തിയം ബനായരു വഅസാരി മുസാരി വമണ്ണാനു പറയരു എന്ന് പറഞ്ഞു ഉമർ ഖാദി. പാരമ്പര്യം പറഞ്ഞ അഭിമാനം കൊള്ളുന്ന മനുഷ്യ, എന്ത് പാരമ്പര്യം എനിക്കുള്ളത്? എന്റെ പാരമ്പര്യം നാളെ തന്നെ നമ്മൾ അപ്പുറത്തേക്ക് പോയാൽ പല മണ്ണാനോ പറയലോ ആശാരിയോ മൂസാരോ ഒക്കെ ആയിരിക്കും, അതിനപ്പുറത്ത് വേറെന്തള്ളത് എന്ന് ഉമർ ഖാദി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ പാരമ്പര്യത്തിന് അർത്ഥമില്ല, ആദർശ പാരമ്പര്യമാണ് വേണ്ടത്. റഹ്മാനായ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്നതിന് നമുക്ക് എല്ലാവർക്കും പാരമ്പര്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വരെ അല്ല, ആദം നബി വരെയുള്ള പാരമ്പര്യമുണ്ട്. മരിച്ചുപോയ മഹാനായ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന ആശയത്തിന് ഏത് പാരമ്പര്യം അവർക്കുള്ളത്? ഏറി വന്നാൽ സുബിക്ക് വരെ എത്തും, അതിനപ്പുറത്തേക്ക് പോകില്ല. അതും ഇവർക്കുള്ള വിശ്വാസം സുബിക്കൂല്ല, അവിടേക്ക് എത്തൂല. ഏതൊരുത്തോളം നബിദിനാഘോഷം ആ പാരമ്പര്യം എവിടെ ചെന്ന് നിൽക്കുക? മുളഫർ രാജാവ് വരെ, അതിനപ്പുറത്തേക്കുണ്ടോ? മുളഫർ രാജാവ് വരെ ചെന്ന് നിൽക്കും ആ പാരമ്പര്യം, പിന്നെ അങ്ങോട്ടില്ല. ബുർദ വെയ്ത്ത് ഹൂസൂരി വരെ ചെന്ന് അവിടെ അവസാനിക്കും. മുഹീദ്ദീൻമാല കോഴിക്കോട്ട് ഖാലി മുഹമ്മദ് ചെന്ന് അവസാനിക്കും. കുത്തുബിയ്യത്ത് തമിഴ്നാട്ടിലെ കായൽപട്ടണം സ്വദേശി സദഖത്തുല്ലാഹിൽ കാഹിരി ചെന്ന് അവസാനിക്കും. നാരിയാസ്ലാത്ത് 600 കൊല്ലം മുമ്പ് മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിമുൻ നാസിയിൽ ചെന്ന് അവസാനിക്കും. അവിടേക്ക് എത്തണത്? അപ്പൊ അതിനൊന്നും പാരമ്പര്യമില്ല. എന്നാലും പറയും ഞങ്ങൾക്കാണ് പാരമ്പര്യം, ഞങ്ങൾക്കാണ് പാരമ്പര്യം പറയുകയും ചെയ്യും. ഈ കൊണ്ടടക്കുന്ന ഏതെങ്കിലും സംഗതി അള്ളാഹുവിന്റെ റസൂൽ എത്തിയത് കാണിച്ചേര് എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാൻ കഴിയില്ല. അപ്പൊ ആ പാരമ്പര്യമാണ് വേണ്ടത്. അല്ലെ കേവലം കുറെ ഉസ്താദന്മാരെ പേര് ഫോട്ടോസെറ്റ് വെച്ചുകൊണ്ട് പാരമ്പര്യമാവൂല. ഇനി ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ ഇവിടുത്തെ ഏത് മുസ്ലിയാക്കന്മാരെ പാരമ്പര്യം വായിച്ചാലും ആ പാരമ്പര്യത്തിൽ ചാതിലകത്ത് കുഞ്ഞഹമ്മദാജിലൂടെ അല്ലാതെ ആ പാരമ്പര്യം പോണില്ല. കാന്തപുരത്തിന്റെ ആയിക്കോട്ടെ, ഈ കെ ബുക്രിസ്റ്റിയാരുടെ ആയിക്കോട്ടെ, സംസ്ഥാനക്കാരുടെ ആയിക്കോട്ടെ, ഏത് മുസ്ലിയാക്കന്മാരെടുത്താലും ശരി, അവരൊക്കെ പാരമ്പര്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണി ചാതിലകത്ത് കുഞ്ഞഹമ്മദാജി. അദ്ദേഹം 1-ാം നമ്പർ മുവഹിദായിരുന്നു. 1-ാം നമ്പർ മുവഹിദായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടാ പിന്നെ ഇവിടെ വന്നതൊക്കെ. അല്ലാത്തവർ ആർക്കാ പാരമ്പര്യമുള്ളത്? ബാക്കി ആർക്കും പാരമ്പര്യമില്ല. ഒക്കെ അവിടെ ചെന്ന് അവസാനിക്കുന്നു. അതിലൂടെയാണ് പിന്നെ മേൽപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്തൊരു പാരമ്പര്യം ഇപ്പോഴാർക്കും പറയാൻ കഴിയില്ല.
അതൊക്കെ ഇവിടുത്തെ ഒരു ന്യായത്തിന് പറയാന്നല്ലാതെ നമ്മൾ ഈ പാരമ്പര്യം പറഞ്ഞ് അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അത് കച്ചവടച്ചരക്കാക്കിയിട്ടില്ല എന്ന് മാത്രം. മറ്റൊരു ഏതൊരു ആദർശ പാരമ്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇതുണ്ടെന്ന് തെളിയിക്കുന്നതിന്റെ ആവശ്യമാണല്ലോ, അതുകൊണ്ട് ഈ വക സംഗതി കൊണ്ട് അടക്കുന്നു എന്നേ ഉള്ളൂ. ഒറിജിനൽ സാധനത്തിന് പരസ്യം വേണ്ട, ഡ്യൂപ്ലിക്കേറ്റിന് പരസ്യം ആവശ്യം ഉണ്ടാവുക. ഒറിജിനൽ പ്രൊഡക്റ്റ് എവിടെ പരസ്യപ്പെടുത്തുന്ന ആവശ്യമില്ലല്ലോ, അത് മനുഷ്യന്മാർ ചോദിച്ചറിഞ്ഞ് വാങ്ങിക്കൊണ്ടിരിക്കോളും. എവിടെ ഉള്ളതെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങും. ഡ്യൂപ്ലിക്കേറ്റ് അതല്ല, കോടിക്കണക്കിന് രൂപ പരസ്യത്തിന് ചെലവാക്കും. കാരണം എന്താ, എന്നിട്ടെങ്കിലും മനുഷ്യന്മാർ ഇത് വഞ്ചിക്കപ്പെട്ട് വാങ്ങിപ്പോയിക്കോട്ടെ എന്നൊക്കെ. അതാണ് യഥാർത്ഥ സുന്നി. ആ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, മറ്റൊരാണ് ഒറിജിനൽ എന്ന് കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കാം. ഒന്നുകൊണ്ട് തറാവീഹ് ഉമർ ഖത്താബിന് തെറ്റുപറ്റുന്നത് ഇല്ല. ആ വിഷയത്തിൽ ഉമർ ഖത്താബ്